ഇന്നത്തെ ലോകമൊരു വലിയ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് പോലെയാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എല്ലാവരും ഫ്രണ്ട്സ് ലിസ്റ്റിലുണ്ട്. പക്ഷേ എന്താ പറയുക, പലർക്കും പരസ്പരം കണ്ടുകൂടാ. ഓരോരുത്തർക്കും സ്വന്തം പ്രൊഫൈൽ ഭംഗിയാക്കുന്നതിലാണ് ശ്രദ്ധ. ഈ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ചർച്ച തുടങ്ങുന്നത്. നമ്മുടെ മുന്നിലിരിക്കുന്ന ദ ഡിജിറ്റൽ റീസെറ്റ്, എ ഗ്ലോബൽ വാർണിംഗ് ഫോർ പീസ് എന്ന ലേഖനത്തിലെ ചില ആശയങ്ങളാണ് നമ്മളിന്ന് വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ആഗോള രാഷ്ട്രീയത്തെയും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെയും സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ മനസ്സിലാക്കാനുള്ളൊരു ശ്രമമാണിത്. പക്ഷെ ചോദ്യം ഇതാണ്, ഇതൊരു രസകരമായ ഉപമ മാത്രമാണോ, അതോ ഇതിൽ കാര്യമായ എന്തെങ്കിലും മുന്നറിയിപ്പുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഈ ലേഖനത്തിന്റെ ഭംഗിയും അപകടവും അതുതന്നെയാണ്. വളരെ സങ്കീർണമായ അന്താരാഷ്ട്ര ബന്ധങ്ങളെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലെ തർക്കം പോലെ ലളിതമായി കാണാൻ ഇത് നമ്മളെ സഹായിക്കും. ശരിയാണ്. പക്ഷേ ആ ലാളിത്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ഇതൊരു തമാശയല്ല, മറിച്ച് നമ്മുടെ എല്ലാം കയ്യിലിരിക്കുന്ന ഫോണിലെ സ്ക്രീൻ ലോകം നേരിടുന്ന പ്രതിസന്ധികളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എങ്കിൽ നമുക്ക് ആ പ്രധാനപ്പെട്ട ഉപമയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭൂമി ഒരു വലിയ സോഷ്യൽ മീഡിയ ഗ്രൂപ്പാണെന്നും അതിലെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നമ്മളാരും ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിക്കാതെ അഗ്രി ബട്ടൺ അമർത്തുന്നത് പോലെയാണെന്നും ലേഖകൻ പറയുന്നു. ഒറ്റ നോട്ടത്തിൽ ഇത് ശരിയാണെന്ന് തോന്നും. എന്താണിതിന്റെ യഥാർത്ഥ പ്രത്യാഘാതം? ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നത് വെറും വാക്കുകളല്ല. അത് അന്താരാഷ്ട്ര ഉടമ്പടികളാണ്, വ്യാപാര കരാറുകളാണ്, സൈനിക സഖ്യങ്ങളാണ്. ഇപ്പോ ഉദാഹരണത്തിന് ഒരു ചെറിയ രാജ്യം സാമ്പത്തിക സഹായത്തിനായി ഒരു വലിയ രാജ്യവുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു എന്ന് കരുതുക. ആ കരാറിലെ 100 കണക്കിന് പേജുകളുള്ള വ്യവസ്ഥകളിൽ എവിടെയെങ്കിലും ആ രാജ്യത്തിന്റെ കാർഷിക മേഖലയെ തകർക്കുന്ന ഒരു ചെറിയ ക്ലോസ് ഒഴിഞ്ഞിരിപ്പുണ്ടാകാം. ശരി. അല്ലെങ്കിൽ സ്വന്തമായി ഒരു പുതിയ ടെക്നോളജി വികസിപ്പിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്ന എന്തെങ്കിലും. ആ അഗ്രി ബട്ടൺ അമർത്തുന്നതോടെ ആ രാജ്യം സ്വയം ഒരു കെണിയിൽ വീഴുകയാണ്. മനസ്സിലായി. പിന്നീട് എപ്പോഴെങ്കിലും അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചാൽ അവർ ഗ്രൂപ്പ് നിയമങ്ങൾ ലംഘിച്ചു എന്ന പേരിൽ ഒറ്റപ്പെടാം. അതാണ് ആരും വായിക്കാത്ത ടേംസ് ആൻഡ് കണ്ടീഷൻസിലെ യഥാർത്ഥ അപകടം. അത് വളരെ വ്യക്തമാണ്. നമ്മൾ പോലും ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചിന്തിക്കാതെ എഗ്രി കൊടുക്കുന്നത് പോലെ. അതെ, അതുപോലെ തന്നെ. പക്ഷേ ഇവിടെ ഒരു രാജ്യത്തിന്റെ ഭാവിയാണ് പണയത്തിലാവുന്നത്. ഈയൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ലേഖനം നിലവിലെ സാഹചര്യത്തെ ഒരു ഫാമിലി ഗ്രൂപ്പ് ദുരന്തം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിൽ അംഗങ്ങളെ, അതായത് രാജ്യങ്ങളെ 3 തരംതിരിച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തെ വിഭാഗം അവികസിത രാജ്യങ്ങളാണ്. ഗ്രൂപ്പിലെ സീൻ ഓൺലി മെമ്പർമാർ. സീൻ ഓൺലി. അതെ, എല്ലാം കാണുന്നു, പക്ഷെ മിണ്ടാൻ അനുവാദമില്ല. സീൻ ഓൺലി എന്ന പ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സൂചിപ്പിക്കുന്നത്, അതായത് ഐക്യരാഷ്ട്രസഭ പോലുള്ള ആഗോള വേദികളിലെ അധികാര അസന്തുലിതാവസ്ഥയെയാണ്. കറക്റ്റ്. പൊതുസഭയിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായ വോട്ടവകാശമുണ്ടെന്ന് നമ്മൾ പറയും. എന്നാൽ യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കുന്ന രക്ഷാസമിതിയിൽ അവിടെ ചില രാജ്യങ്ങൾക്കു മാത്രമുള്ള വീട്ടോ അധികാരം ഈ സീൻ ഓൺലി അവസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ശരിയാണ്. ഈ ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങൾ ഒരു തീരുമാനത്തെ അനുകൂലിച്ചാലും ഒരു അഡ്മിൻ രാജ്യം വീറ്റോ ചെയ്താൽ ആ തീരുമാനം നടപ്പിലാകില്ല. അപ്പൊ ഭൂരിപക്ഷത്തിന്റെ ശബ്ദത്തിന് അവിടെ എന്ത് വിലയാണുള്ളത്? അവരുടെ അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. അപ്പോ ഒരു വശത്ത് ശബ്ദമില്ലാത്ത ഈ സീൻ ഓൺലി അംഗങ്ങൾ, സ്വാഭാവികമായും മറുവശത്ത് ഈ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന അഡ്മിന്മാരും ഉണ്ടാകുമല്ലോ. തീർച്ചയായും. ലേഖനം വിരൽ ചൂണ്ടുന്നത് വികസിത രാജ്യങ്ങളിലേക്കാണ്. നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഇവരാണ്. പക്ഷെ ആ നിയമങ്ങൾ പലപ്പോഴും ഇവർക്ക് ബാധകമല്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ലേഖനത്തിൽ തന്നെ അയൽക്കാരന്റെ വീട്ടിൽ തീ പിടിച്ചുമ്പോൾ സ്വന്തം വീട്ടിലിരുന്ന് ലൈവ് വീഡിയോ എടുക്കുന്ന തിരക്കിലാണിവർ. ആ വാചകം അത് കേവലം ഒരു നിസ്സംഗതയെ മാത്രമല്ല കാണിക്കുന്നത്. അതിന് പല തലങ്ങളുണ്ട്. ഒന്ന്, മറ്റുള്ളവരുടെ ദുരന്തങ്ങളെ ഒരു കാഴ്ചവസ്തുവായി കാണുന്ന മനോഭാവം. 2, ആ ദുരന്തത്തിൽ നിന്ന് എങ്ങനെ ലാഭമുണ്ടാക്കാം എന്ന ചിന്ത. ഒരു രാജ്യത്ത് യുദ്ധമുണ്ടാകുമ്പോൾ അവിടേക്ക് ആയുധങ്ങൾ വിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ സഹായം വാഗ്ദാനം ചെയ്ത് ആ രാജ്യത്തിന്റെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ കരാറുകൾ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഈ ലൈവ് വീഡിയോ എടുക്കുന്നതിന്റെ ഭാഗമാണ്. ശരിയാണ്. മൂന്നാമത്തെയും ഏറ്റവും അപകടകരവുമായൊരു തലം കൂടിയുണ്ട്. ആ തീ അണയ്ക്കാൻ ശ്രമിക്കാതെ അത് കൂടുതൽ ആളിക്കത്തിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത്. പക്ഷേ ഈ ഉപമ കുറച്ചുകൂടി കടന്നുപോകുന്നില്ലേ? ഒരു രാജ്യത്തിന്റെ നയതന്ത്രപരമായ തീരുമാനങ്ങളെ വെറുമൊരു ലൈവ് വീഡിയോ എടുക്കുന്നതിനോട് ഉപമിക്കുന്നത് ഒരുതരം അതിശയോക്തിയല്ലേ?
അതൊരു നല്ല ചോദ്യമാണ്. തീർച്ചയായും അതിനു പിന്നിൽ സങ്കീർണമായ കാരണങ്ങളുണ്ട്, രാഷ്ട്രീയമുണ്ട്. പക്ഷേ ലേഖകൻ ഇവിടെ ശ്രമിക്കുന്നത് ആ സങ്കീർണതയുടെ പുറന്തോട് പൊളിച്ച് അതിന്റെ കാതലെന്താണെന്ന് കാണിക്കാനാണ്. ഓ, ആത്യന്തികമായി ഒരു രാജ്യത്തിന്റെ പൗരന്മാർ മരിക്കുമ്പോൾ മറ്റൊരു രാജ്യം അതിൽ നിന്ന് സാമ്പത്തികമായോ രാഷ്ട്രീയമായോ നേട്ടമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം ആ ലൈവ് വീഡിയോ എടുക്കുന്നതിന് തുല്യമല്ലേ? ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ശരിയാണ്. ഉദ്ദേശശുദ്ധി എന്തുതന്നെ ആയാലും പ്രവൃത്തിയുടെ ഫലം അതാണ്. ആ ഒരു പച്ചയായ യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ ഉപമ വിരൽ ചൂണ്ടുന്നത്. ശരിയാണ്. ആ കാഴ്ചപ്പാടിൽ ചിന്തിക്കുമ്പോൾ അതിന്റെ ആഴം കൂടുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. നീതിയുടെ അവസ്ഥ. സ്വാഭാവിക നീതി എന്നത് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഫിൽറ്റർ പോലെയാണെന്നാണ് ലേഖനം പറയുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടാകും, പക്ഷേ യഥാർത്ഥമല്ല. ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരിയും സങ്കടവും ഒരുമിച്ച് വന്നു. ഫിൽറ്റർ എന്ന പ്രയോഗം ഇന്നത്തെ കാലത്തത് വളരെ ശക്തമാണ്. കാരണം ഒരു ഫിൽറ്റർ യഥാർത്ഥ രൂപത്തെ മനോഹരമാക്കുകയോ മാറ്റം വരുത്തുകയോ ആണ് ചെയ്യുന്നതല്ലേ? അതെ. അതുപോലെ അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥ പലപ്പോഴും ശക്തരായവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാറുന്നു എന്ന കടുത്ത വിമർശനമാണ് ലേഖകൻ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഉദാഹരണത്തിന്, ചില രാജ്യങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ വലിയ വാർത്തയാവുകയും ഉപരോധങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. പക്ഷെ അതേപോലുള്ള ലംഘനങ്ങൾ തന്ത്രപ്രധാനമായ സഖ്യകക്ഷികളായ മറ്റു ചില ശക്തരായ രാജ്യങ്ങളിൽ നടക്കുമ്പോൾ അത് സൗകര്യപൂർവ്വം അവഗണിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നതല്ലേ? ശരിയാണ്. അത് ഈ ഫിൽട്ടറിന്റെ പ്രകടമായ ഉദാഹരണമാണ്. നീതിയുടെ മുഖം എല്ലാവർക്കും ഒന്നാണെന്ന് പറയും, പക്ഷെ ആ മുഖത്ത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഫിൽട്ടറുകൾ ഉപയോഗിക്കാൻ കഴിയുന്നു. ഈ സാഹചര്യത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലേഖനത്തിന്റെ സ്വരം കൂടുതൽ ഗൗരവതരമാവുകയാണ്. പൊട്ടിത്തെറിയിലേക്ക് എത്ര ദൂരം എന്ന തലക്കെട്ടോടെ ഒരു മുന്നറിയിപ്പാണ് അടുത്ത ഭാഗം. ലോകം ഒരു വലിയ സ്ഫോടനത്തിന്റെ വക്കിലാണെന്നും അതിലെ ഏറ്റവും ദുഃഖകരമായ വശം, ഈ സ്ഫോടനം നടക്കുമ്പോൾ അത് ലൈവ് സ്ട്രീം ചെയ്യാൻ പോലും ആരും ബാക്കിയുണ്ടാവില്ല എന്നുമാണ്. ഇത് വായിക്കുമ്പോൾ ഒരു നിമിഷം നമ്മൾ നിശബ്ദരായി പോകും. തീർച്ചയായും. ആ സ്ഫോടനം എന്നതിനെ ഒരു മൂന്നാം ലോക മഹായുദ്ധം മാത്രമായി കാണരുത്. ഓ, ശരി. അതൊരു സാമ്പത്തിക തകർച്ചയാകാം, കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ഒരു പാരിസ്ഥിതിക ദുരന്തമാകാം, അല്ലെങ്കിൽ ഇവയെല്ലാം ഒരുമിച്ചുണ്ടാക്കുന്ന ഒരു ശൃംഖല പ്രതിസന്ധിയാകാം. അതായത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ. അത് ടെക്നോളജിയുടെ ദുരുപയോഗമായാലും പരിസ്ഥിതി നാശമായാലും അവസാനം മനുഷ്യരാശിയുടെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയാകും എന്ന താക്കീതാണത്. അതെ. അന്ന് കാഴ്ചക്കാരനായി മാറി നിന്ന് ലൈവ് വീഡിയോ എടുക്കാൻ ആരും ബാക്കിയുണ്ടാവില്ല. കാരണം എല്ലാവരും ആ ദുരന്തത്തിന്റെ ഇരകളായിരിക്കും. അതെ. ആയുധങ്ങളെയും രാജ്യങ്ങളുടെ വാശികളെയും പറ്റി പറയുന്ന ഭാഗവും ശ്രദ്ധേയമാണ്. ഇവയെല്ലാം കൂടി റീൽസ് പോലെ കറങ്ങി ഒടുവിൽ നമ്മുടെ നേരെ തന്നെ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഉപമ. ആ റീൽസ് എന്ന ഉപമ ശരിക്കും എന്നെ ചിന്തിപ്പിച്ചു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദുരന്തത്തിന്റെ വീഡിയോ കണ്ട് യാതൊരു ഭാവമാറ്റവുമില്ലാതെ അടുത്ത നിമിഷം ഒരു കോമഡി വീഡിയോയിലേക്ക് സ്ക്രോൾ ചെയ്തു പോകുന്നത് പോലെ. ശരിയാണ്. അന്താരാഷ്ട്ര വിഷയങ്ങളെയും നമ്മൾ എത്ര ലാഘവത്തോടെയാണ് കാണുന്നത് എന്നതിന്റെ ഒരു സൂചന കൂടിയാണിത്. ഓരോ യുദ്ധവാർത്തയും നമുക്കൊരു റീൽ മാത്രമായി മാറുന്നു. അതിന്റെ ആഴം നമ്മളെ ബാധിക്കുന്നില്ല. കറക്റ്റ്. അതിന്റെ യഥാർത്ഥ വേദനയോ ആഴവോ നമ്മളെ ബാധിക്കുന്നില്ല. എന്നാൽ ലേഖകൻ പറയുന്നത് ഈ റീലുകൾ ഇങ്ങനെ കറങ്ങിക്കറങ്ങി ഒടുവിൽ നമ്മുടെ ഫോണിൽ നിന്ന് പുറത്തുവന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ കടന്നു കയറുമെന്നാണ്. ആ അർത്ഥത്തിൽ അതൊരു ശക്തമായ മുന്നറിയിപ്പാണ്. ഇത്രയും വലിയൊരു പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് ലേഖനം ഒരു പരിഹാരവും അല്ലെങ്കിൽ ഒരു വലിയ സന്ദേശവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ലോഗൌട്ട് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് സ്നേഹിച്ചുകൂടെ എന്ന വളരെ ലളിതമായൊരു ചോദ്യമാണ് ലേഖകൻ ചോദിക്കുന്നത്. അതൊരു കാവ്യാത്മകമായ ചോദ്യമാണ്. പക്ഷെ അതിനൊരു പ്രായോഗിക വശം കൂടിയുണ്ട്. അതെങ്ങനെയാണ്? ഇന്നത്തെ ലോകത്ത് ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നത് യുദ്ധങ്ങളും സംഘർഷങ്ങളുമാണ്. രാജ്യങ്ങൾ പ്രതിരോധത്തിനായി ചിലവഴിക്കുന്ന കോടിക്കണക്കിന് ഡോളറുകൾ, യുദ്ധം കാരണം നശിപ്പിക്കപ്പെടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, അഭയാർത്ഥി പ്രവാഹം. അതെ, അഭയാർത്ഥി പ്രവാഹം ഉണ്ടാക്കുന്ന സാമ്പത്തിക ഭാരം. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ സ്നേഹം അല്ലെങ്കിൽ സഹകരണം എന്നത് ഒരു വൈകാരിക കാര്യം മാത്രമല്ല, അതൊരു മികച്ച സാമ്പത്തിക തന്ത്രം കൂടിയാണെന്ന് ലേഖകൻ പറയാതെ പറയുന്നു. ശരിയാണ്.
വിദ്വേഷം വിതച്ച് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ എത്രയോ ലാഭകരമാണ് സഹകരണം കൊണ്ട് സമാധാനമുണ്ടാക്കുന്നത്. ആ ആശയത്തെ ഉറപ്പിക്കുന്ന ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഞാൻ അതേപടി ഉദ്ധരിക്കുകയാണ്. പറയൂ. അയൽക്കാരന്റെ അതിർത്തിയിലെ മണ്ണളക്കുന്നതിനേക്കാൾ നല്ലത് അവന്റെ വിശപ്പളക്കുന്നതാണ്. ആയുധങ്ങൾ കൊണ്ട് മതിൽ പണിയുന്നതിനേക്കാൾ ലാഭം മനസ്സുകൾ കൊണ്ട് പാലം പണിയുന്നതാണ്. ഇതിൽ കൂടുതലായി ലോകസമാധാനത്തെക്കുറിച്ച് ലളിതവും ശക്തവുമായി എങ്ങനെ പറയാൻ കഴിയും? വളരെ ശരിയാണ്. ആ വരികളിൽ ഒരു വലിയ സാമ്പത്തിക ശാസ്ത്രവും രാഷ്ട്രീയ തന്ത്രവും കൂടിയുണ്ട്. അതിർത്തി തർക്കങ്ങൾക്കും ആയുധങ്ങൾക്കും വേണ്ടി ചിലവഴിക്കുന്ന ഭീമമായ തുകയുടെ ഒരു ചെറിയ അംശം മതി ലോകത്തിലെ ദാരിദ്ര്യവും പട്ടിണിയും ഇല്ലാതാക്കാൻ. ആയുധങ്ങൾ കൊണ്ട് പണിയുന്ന മതിലുകൾ നിരന്തരം ഭയം സൃഷ്ടിക്കുകയും കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതൊരു അവസാനമില്ലാത്ത ചക്രമാണ്. എന്നാൽ മനസ്സുകൾ കൊണ്ട് പണിയുന്ന പാലങ്ങളോ, അത് വ്യാപാരവും സഹകരണവും വിശ്വാസവും വളർത്തുന്നു. ശരിയാണ്. സുരക്ഷ എന്നത് കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നതിലല്ല, മറിച്ച് കൂടുതൽ സുഹൃത്തുക്കളെ നേടുന്നതിലാണ് എന്ന വലിയൊരു സത്യമാണ് ഈ വരികൾ ഓർമ്മിപ്പിക്കുന്നത്. ലേഖനം അവസാനിക്കുന്നത് ഒരു ശക്തമായ മുന്നറിയിപ്പോടെയാണ്. നീതിയെന്നത് ഒരു രാജ്യത്തിന് മാത്രമുള്ള ആപ്പല്ല. അല്ല. അതെല്ലാവർക്കും തുല്യമായി ലഭിക്കേണ്ട ഒന്നാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ ഈ കളി നിയന്ത്രിക്കുന്ന വേറൊരു ശക്തിയുണ്ട്, അവരിടപെടും. ലേഖനം പറയുന്നത് പ്രകൃതി എന്ന ഗ്രൂപ്പ് അഡ്മിൻ ഈ ലോകത്തെ മൊത്തത്തിലൊന്ന് റീസെറ്റ് ചെയ്തേക്കാമെന്നാണ്. ആ റീസെറ്റ്. ലേഖനം റീസെറ്റ് എന്ന വാക്കുപയോഗിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുന്നതുപോലെ നിസ്സാരമായ ഒന്നാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ ഭീകരമായ ഒന്നാണല്ലേ? തീർച്ചയായും. ആ റീസെറ്റ് എന്ന വാക്ക് ഈ ഡിജിറ്റൽ ഉപമയെ അതിന്റെ പൂർണ്ണതയിലെത്തിക്കുന്നു. കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ റീസെറ്റ് ബട്ടൺ അമർത്തുന്നതുപോലെ മനുഷ്യനുണ്ടാക്കിവെച്ച ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള പ്രകൃതിയുടെ ഒരു റീസെറ്റ്. അതായത് അത് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രളയങ്ങളോ കാട്ടുതീകളോ കൊടും വരൾച്ചയോ ആകാം, കോവിഡ് പോലുള്ള മഹാമാരികളാകാം. ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. എന്താണത്? പ്രകൃതിയുടെ നിയമങ്ങൾക്ക് മുന്നിൽ വികസിതമെന്നോ അവികസിതമെന്നോ ശക്തരെന്നോ ദുർബലരെന്നോ ഉള്ള വേർതിരിവുകളില്ല. ശരിയാണ്. ഒരു വലിയ പ്രളയം വരുമ്പോൾ അത് രാജ്യങ്ങളുടെ അതിർത്തികൾ നോക്കാറില്ല. ഒരു മഹാമാരി പടരുമ്പോൾ അത് പാസ്പോർട്ട് പരിശോധിക്കാറില്ല. മനുഷ്യൻ അവന്റെ തർക്കങ്ങൾ അവസാനിപ്പിച്ചൊന്നിച്ചില്ലെങ്കിൽ പ്രകൃതി തന്നെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നൊരു പുനഃക്രമീകരണത്തിന് തുടക്കമിടും. ഒരുപക്ഷേ ആ റീസെറ്റിനു ശേഷം ഈ ഗ്രൂപ്പ് തന്നെ ഉണ്ടാകില്ല. അതാണ് ആ അവസാനത്തെ മുന്നറിയിപ്പിന്റെ കാഠിന്യം. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ലോകത്തെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി സങ്കൽപ്പിച്ചപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും അധികാരത്തിന്റെ അസന്തുലിതാവസ്ഥയും വരാനിരിക്കുന്ന അപകടങ്ങളും എത്ര വ്യക്തമായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതെ. തുടക്കത്തിൽ ചോദിച്ചതുപോലെ ഇതൊരു വെറും ഉപമയല്ല, മറിച്ച് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് കാട്ടിത്തരുന്ന, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എവിടേക്ക് പോകുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കണ്ണാടി തന്നെയാണ്. അതെ. ഇനി ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ആശയങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിക്കുക. ഈ ആഗോള സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നല്ല ചോദ്യമാണ്. ഒരുപക്ഷെ അത് നിങ്ങൾ പങ്കുവെക്കുന്ന ഒരു വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കുന്നതാകാം, വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു പോസ്റ്റിന് താഴെ സ്നേഹത്തിന്റെ ഒരു കമന്റ് ഇടുന്നതാകാം, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ മറ്റൊരു സംസ്കാരത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാകാം. നിങ്ങളുടെ ഒരു നിലപാട്, ഒരു അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, അതെങ്ങനെയാണ് ഒരു വലിയ സംവാദത്തിന് തുടക്കമിടുക? കാരണം വലിയ ഗ്രൂപ്പുകളിലെ മാറ്റങ്ങൾ തുടങ്ങുന്നത് പലപ്പോഴും ഒരു ചെറിയ ശബ്ദത്തിൽ നിന്നായിരിക്കുമല്ലോ.